മുമ്പ് കെ സുധാകരൻ മഞ്ചേരിയിൽ വന്ന് എന്നെ കണ്ടു. ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? കെ സുധാകരനല്ലേ നിങ്ങളോട് വെളിപ്പെടുത്തിയത്? ഞാൻ ഒരാളോടും അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സംഭാഷണവും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ എന്നെ എന്താ പറയാ ചവിട്ടി താഴ്ത്തുന്ന എന്താ? സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം SP 5 ദിവസം നിരന്തരമായി എന്നെ വിളിച്ച ഫോൺ കോൾ ഞാൻ പുറത്തുവിട്ടു. എൻ്റെ വീട്ടിലെ കാര്യത്തിനാണോ? ഞാൻ പോലീസിനെതിരെ ഉയർത്തിയ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങള് കേരളത്തിലെ 3.5 കോടി ജനങ്ങള് ആ ഫോൺ കോൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ? ജനങ്ങൾ ആ വിഷയത്തില് ഞാൻ പറയുന്നതിൽ സത്യസന്ധത ഉണ്ട് എന്ന് ജനങ്ങളെ ഉറപ്പുവരുത്തിയത് ആ ഫോൺ കോള് പുറത്തുവിട്ടപ്പോഴാണ്. അത് ഈ പൊതുസമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ചെയ്തതാ. TV അൻവർ LDF ഇരിക്കുമ്പോ ഈ പറയപ്പെട്ട പലരോടും പലതും സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പുറത്തുവിട്ടോ? പിണറായി സത്തിനെതിരെ പോലീസിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ CPM-ലെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കളും ആ പോരാട്ടത്തോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരാളെ പേര് ഞാൻ പറഞ്ഞോ? അത് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇടപാടുകൾ, നിങ്ങൾ തമ്മിലുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ, നിങ്ങൾ പിരിയേണ്ടി വന്നാൽ ഒരു കാരണവശാലും നിങ്ങളത് പുറത്തു പറയരുത്. അങ്ങനെ പറയുന്നവൻ മുനാഫിക്കാണ്, വിശ്വാസിയല്ല എന്ന് പറഞ്ഞ മതം പഠിച്ചവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ഞാൻ സുജിത് ദാസിന്റെ ആ കാര്യം പുറത്തു വിട്ടത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ സമൂഹം അത് വിശ്വാസം അർപ്പിച്ചത്. അപ്പൊ ആ പീഡനം അനുഭവിച്ച വ്യക്തി ആണ് ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഇന്നിപ്പോ എന്താ പറഞ്ഞത്? എൻ്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശും KPCC പ്രസിഡന്റ് സണ്ണി വക്കീലും ഇന്നലെ എന്നോട് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്ക് അൻവർ, ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ്. UDF ലീഡർഷിപ്പിന്റെ സകല ആളുകളും ഇന്നലെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്? VD സതീശൻ. നിങ്ങൾ കേട്ടല്ലോ, വാതിലടച്ചു UDF-ന്റെ. ഇപ്പൊ 1 മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത് വാതിലടച്ചു. ഇനി ഞാൻ അങ്ങോട്ടാ പോണ്ട്? ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം? ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. നിങ്ങളെ ചോദ്യങ്ങൾക്ക് PV അൻവറിന്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. അങ്ങനെ ഒരു വാതിലുണ്ടോ? ഏതെങ്കിലും വാതിൽ ഒന്നുമില്ല, അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടാവും. PV അൻവറിന്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. ഇപ്പൊ അദ്ദേഹം ലോക്കിട്ട് പൂട്ടി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ഈ പിണറായി സത്തെ അവസാനിപ്പിക്കാൻ ഈ ഷൗക്കത്തിന് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തേ 2016 12,000 വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത്? എന്തേ 2021 എന്റെ ഭൂരിപക്ഷം 2000 ആയത്?